ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഒരു കാര്യം ഞാൻ പറയാം. തങ്കേച്ചി സൂക്ഷിക്കുന്ന ഈ മഹാരഹസ്യത്തില് എന്തോ ഉണ്ട്. എല്ലാവരെയും ചുറ്റി വരിയുന്ന പ്രശ്നം ഇപ്പൊ അതാ. അത് പറയാൻ പറ്റുന്നത് രണ്ടു പേർക്കാ. കടപ്പാടും കാശിന്റെ കണക്കും ഒക്കെ വേറെയാ. ഞാൻ ശ്രമിക്കുന്നത് നിന്റെ കഴുത്തിൽ ഒരു പുരുഷൻ കെട്ടിയ താലി അത് സംരക്ഷിക്കാനാ. ഒരമ്മയ്ക്ക് അതിനുള്ള അവകാശമുണ്ട്. ഞാൻ പറയുന്നത് കേൾക്കാൻ നീ തയ്യാറല്ലെങ്കിൽ നാളെ മുതൽ ഒരു തുള്ളി വെള്ളം പോലും ഞാൻ കുടിക്കില്ല. പട്ടിണി കിടന്ന് ചത്തു കളയും. അമ്മേ, ഞാൻ പറയുന്നതൊന്ന് കേക്ക്. എനിക്കൊന്നും കേക്കണ്ട. ഞാൻ ഒന്നുകൂടി നിന്നെ ഓർമ്മിപ്പിക്കേ. നവീൻ നിന്റെ ഭർത്താവാണ്. ഞാൻ ഫോൺ വെക്ക്. അമ്മേ, അമ്മേ. സുനന്ദേ, തങ്കം മനസ്സിൽ തീരുമാനിച്ചു കഴിഞ്ഞു. കൃഷ്ണ നവീന്റെ ഭാര്യയാണെന്ന്. ഇനി അങ്ങനെയല്ലാതെ തങ്കത്തിന് ചിന്തിക്കാൻ പറ്റില്ല. എങ്ങനെയെങ്കിലും കറങ്ങി തിരിഞ്ഞങ്ങ് എത്തുവാണെങ്കിൽ നമുക്കത് കേൾക്കാൻ സന്തോഷമുള്ള കാര്യമല്ലേ. പക്ഷേ തടസ്സങ്ങൾ കുറച്ചൊന്നും അല്ലല്ലോ ഗോപാലേട്ടാ. ഈ കാരണവന്മാര് പണ്ട് പറയുന്നൊരു കാര്യമുണ്ട്. ചിന്തിച്ചാൽ ഒരു അന്തവും ഇല്ല, ചിന്തിച്ചില്ലെങ്കിൽ ഒരു കുന്തവും ഇല്ലാന്ന്. നമ്മളിപ്പോ ഏകദേശം ആ അവസ്ഥയില്ല. അതുകൊണ്ട് നമ്മളിപ്പോ ഇതിനെപ്പറ്റി ഒന്നും ചിന്തിക്കണ്ട. കാര്യങ്ങള് ദൈവം തീരുമാനിച്ചത് എങ്ങനെയാണോ അങ്ങനെ വരട്ടെ. ഗോപാലേട്ടാ, ഇത്രയൊക്കെ അടുപ്പായ നിലയ്ക്ക് കൃഷ്ണയുടെ ജനനത്തെക്കുറിച്ച് തങ്കേച്ചിയോടൊന്ന് ചോദിക്കണ്ടേ? കൃഷ്ണയുടെ അച്ഛൻ ആരാണെന്ന് നമുക്കും അറിയണ്ടേ? കൃഷ്ണയ്ക്കും ഗാദിക്കും തമ്മില് എങ്ങനെ ഇത്ര സാമ്യം ഉണ്ടായെന്ന് നമുക്കറിയണ്ടേ? നീ പറയുന്നൊക്കെ കാര്യമാണ്. അതറിയാനുള്ള ആഗ്രഹം എനിക്കുണ്ട്. പക്ഷേ ഒറ്റയടിക്ക് തങ്കത്തിനോടത് ചോദിക്കാൻ പറ്റില്ല. പണ്ടത്തെ പോലെ അതിന്റെ പേരിൽ മുഖം വീർപ്പിക്കുകയോ പിണങ്ങുകയോ ചെയ്താല് ഇപ്പൊ നിലനിൽക്കുന്ന അവസ്ഥയൊക്കെ ആകെ തകിടം മറിയും. നമ്മുടെ കാര്യങ്ങൾക്കല്ല, കൃഷ്ണമോളുടെ കാര്യത്തിനാ നമ്മൾ മുൻഗണന കൊടുക്കേണ്ടത്. ഞാനറിയാതെ നീ തങ്കത്തിനോടൊന്നും ചോദിച്ചു കളയല്ലേ? ഞാനൊന്നും ചോദിക്കാൻ നിൽക്കുന്നില്ല. സമയം പോലെ ഗോപാലേട്ടൻ തന്നെ ചോദിച്ചാ മതി. പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം. തങ്കേച്ചി സൂക്ഷിക്കുന്ന ഈ മഹാരഹസ്യത്തില് എന്തോ ഉണ്ട്. എല്ലാവരെയും ചുറ്റി വരിയുന്ന പ്രശ്നം ഇപ്പൊ അതാ. അത് പറയാൻ പറ്റുന്നത് രണ്ടു പേർക്കാ. ഒന്ന് സിത്താര മാഡത്തിനും, രണ്ട് തങ്കേച്ചിക്കും. രഹസ്യങ്ങൾക്കൊന്നും ഇനി വലിയ ആയുസുണ്ടാവില്ല. ഈ 41 ദിവസത്തെ വ്രതം കഴിയുമ്പോ ഈ രണ്ടമ്മമാരിൽ ഒരാൾ വായ തുറന്നേ പറ്റൂ, സത്യം പറഞ്ഞേ പറ്റൂ. അതിനൊക്കെയുള്ള കാരണങ്ങൾ തന്നെയായിരിക്കും സംഭവിക്കുന്നത്. അമ്മയെ ജീവനെ പോലെ സ്നേഹിക്കുന്ന ഒരു മകളും ഉണ്ട്, മകളെ ജീവനായി കാണുന്ന ഒരമ്മ. അവരെ രണ്ടുപേരെയും വേദനിപ്പിക്കാതെ ദൈവം ഒരു തീരുമാനം എടുക്കട്ടെ. ഏതോ ഒരു തറവാടിന്റെ പേരൊക്കെ പറയുന്നത് കേട്ടു. വാഴപ്പള്ളിയോ വടക്കേക്കാടോ അങ്ങനെ എന്തോ ഒന്ന്. ദേ, അവിടെ ഇതുപോലെ സർപ്പപൂജ നടന്നപ്പോ കൃഷ്ണ എന്ന് പറയുന്ന പെൺകുട്ടിയാണ് അത്രേ വ്രതം എടുത്തത്. അതിന് നമുക്കെന്താമേ? കാര്യമുള്ളതുകൊണ്ടാണല്ലോ ഞാൻ നിന്നോട് പറഞ്ഞത്. ആ കൃഷ്ണ എന്ന് പറഞ്ഞ പെൺകുട്ടി ഉണ്ടല്ലോ, അന്ന് ആ തറവാടിന് വേണ്ടി വ്രതം എടുത്തവള്, ആ കുട്ടിക്ക് എന്തോ ഒരു അപകടം സംഭവിച്ചു. അതെങ്ങനെയാ? തറവാടിനകത്തുള്ളവര് ആരോ സർപ്പകോപത്തിന് കാരണമായി എന്തോ ചെയ്തു. അത് നമുക്കുള്ളൊരു സൂചനല്ലേടി മോളെ? എന്തു സൂചന?
ഗാദി എടുക്കുന്നതും കടുത്ത വ്രതമാണ്, അതും 41 ദിവസം. ഏതെങ്കിലും ഒരു രീതിയിൽ ഈ പൂജ പൂർത്തിയാകാതിരിക്കുകയും അതല്ലെങ്കിൽ പൂജയുടെ ഇടയിൽ എന്തെങ്കിലും തെറ്റായ കാര്യം അതിപ്പോ നമ്മുടെ ഭാഗത്തുനിന്ന് സംഭവിച്ചാലും മതി. ശിക്ഷ കിട്ടുന്ന ആർക്കാ? വ്രതം അനുഷ്ഠിക്കുന്ന പെണ്ണിന്, അതായത് ഗാഥയ്ക്ക്. സത്യാണോ അമ്മേ? അങ്ങനെ ഉറപ്പിച്ചു പറഞ്ഞു. സത്യവാ. ഞാനോ നീയോ എന്തെങ്കിലും ചെയ്താലും അതിന്റെ ഫലം അവൾക്കാ. എങ്കി അമ്മ സംശയിക്കണ്ട. എന്നെ കൊണ്ട് ചെയ്യാവുന്നതൊക്കെ ഞാൻ ചെയ്യും. നവീൻ അവളെ എടുത്തു പൊക്കിയതും വട്ടം കറക്കിയതും എന്റെ മനസ്സിൽ നിന്ന് ഇതുവരെ പോയിട്ടില്ല. നീ കൊള്ളാലൊടി പെണ്ണെ. പ്രതികാരം ചെയ്യണമെങ്കില് മനസ്സിൽ ആ തോന്നല് കനല് പോലെ കിടന്നാലേ പറ്റൂ. ആ കനല് എന്റെ ഉള്ളിൽ കിടക്കുന്നുണ്ടമ്മേ. ആ പൂജ എന്തായാലും അവള് പൂർത്തിയാക്കാൻ പാടില്ല. അത് മാത്രം പോരല്ലോ, പൂജ കഴിയുന്ന ദിവസം അവളുടെ മരണം കൂടി നടക്കണ്ടേ? വേണം. നവീൻ എനിക്ക് സ്വന്തം ആവണമെങ്കിൽ അവള് തീർന്നല്ലേ പറ്റൂ. നീ കണ്ടോടി, പെട്ടെന്ന് പെട്ടെന്ന് കാര്യങ്ങൾ നടക്കുന്നില്ലെന്നും പറഞ്ഞ് നീ എന്നെ കുറ്റം പറയാറില്ലായിരുന്നോ പലപ്പോഴും? പക്ഷേ നിനക്ക് വിധിച്ചത് പരവതാനിലൂടെ നടന്ന് നിന്റെ അടുത്തേക്ക് വരുന്നത് നീ കണ്ടോടി മോളെ. വിശ്വാസമായ നിനക്കിപ്പോ? വിശ്വാസമായി അമ്മേ. പക്ഷേ ഇതെല്ലാം നമ്മൾ പ്ലാൻ ചെയ്ത പോലെ നടക്കണം. നടക്കും. അമ്മയില്ലേ നിന്റെ കൂടെ? അവളുടെ പൂജ തെറ്റിയില്ലെങ്കിൽ നമ്മൾ തെറ്റിക്കും. ശിക്ഷ അവൾക്ക് മാത്രമുള്ളതാണ്, നമുക്കല്ല.